ഹലോ, ഞമ്മക്കിന്ന് നല്ല അടിപൊളി പച്ചടി തന്നെ ഉണ്ടാക്കി കളിയല്ലേ. എന്നാ വേഗം വന്നോളി, ഞമ്മക്കിന്ന് ഉണ്ടാക്കി കളിയാ. എന്നാ പിന്നെ ഒരു കർമൂസ എടുത്ത് വേഗം മുറിച്ചിട്ടോ. കർമൂസക്ക് നിങ്ങളെ നാട്ടിലെന്നാ പറയാ? ഇത് നമ്മളെ പപ്പായ കേട്ടാ. പപ്പായക്ക് ഓരോ നാട്ടിലെന്നാ പറയാ ഒന്ന് കമന്റ് ചെയ്യണേ. എന്നാ പിന്നെ നല്ലോണം ചെറുതാക്കി അരിഞ്ഞിടണം. എന്ത് നമ്മളെ കർമൂസ തന്നെ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും നിങ്ങൾ ചെയ്യാൻ മറക്കണ്ടേ. പിന്നെ ഇങ്ങനത്തെ കുരുങ്ങൾ കണ്ടിക്ക കർമൂസേൻ്റെ ഉള്ളിൽ ഞാളാദ്യമായിട്ട് കാണുന്ന, അതുകൊണ്ട് നിങ്ങൾക്കും കാണിച്ചാൽ നിന്നുള്ളൂ. എന്നാൽ പിന്നെ ചെറുതാക്കി കട്ട് ചെയ്തോ. എന്ത് നമ്മളെ കർമൂസ തന്നെ ചെറുതാക്കി കട്ട് ചെയ്ത കർമൂസയിലേക്ക് ഒരൽപ്പം വെള്ളം കേട്ടാ. അല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കർമൂസ മുങ്ങ വെള്ളം ഒരിക്കലും വെക്കറേ, അതിലും കുറച്ച് കുറവ് മാത്രം വെക്കുക. പിന്നെ വേണ്ടിയത് 3 നമ്മളെ പച്ചമുളക് കേട്ടാ. പച്ചമുളക് നെടുകേറി ഇടണം. നമ്മളെ ചെറുതാക്കി ഇടണം എന്നല്ലേ, നമ്മൾ പകുതിയാക്കി ഇടൂലേ അതുപോലെ ഇട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആണ് കേട്ടാ. ഒരു ചെറുതാക്കി അരിഞ്ഞിടുകയും ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടിയ തേങ്ങ നല്ലോണം തേങ്ങയെല്ലാം പൊതിച്ചിങ്ങെടുത്ത കേട്ടാ. എന്നാൽ പിന്നെ കുറച്ചൊരു വെള്ളം വറ്റുന്നേരം തന്നെ നല്ല പോലെ തിളച്ച് വെള്ളം വറ്റുന്നേരം നമ്മൾ ഒരു 1/2 സ്പൂണ് നല്ല ജീരകം ഇടണം കേട്ടാ. ഒരു 1/2 സ്പൂണ് നല്ല ജീരകമോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണേ. ഉപ്പ് നമ്മളോട് ഇടാൻ മറന്നു വയ്ക്കാനോ, അതുകൊണ്ട് ഇപ്പം ഇടുന്നത്. നിങ്ങൾ ഫസ്റ്റ് തന്നെ കുറച്ച് ഉപ്പിട്ടോളെ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടാ. എന്നിട്ട് വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കും. അപ്പോഴത്തേക്ക് നമ്മളെ തേങ്ങ ഉണ്ടല്ലോ, 1 മുറി തേങ്ങ ഇട്ടാ വേണോ നമ്മളെ പച്ചടിയിലേക്ക് തേങ്ങ അരപ്പുണ്ടാക്കുക. അതിന് 1 മുറി തേങ്ങയോ, ഒരു 1/2 സ്പൂണ് നമ്മളെ കടുകും, പിന്നെ ഒരു 500ൻ്റെ ഒരു പാക്കറ്റ് തൈരാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ തൈരിൻ്റെ പകുതിയോളം ഇട്ട് തേങ്ങ നല്ല ഫൈനാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടാ. ഈ തൈരും നമ്മളെ തേങ്ങയും കടുവും നല്ലോണം അരിഞ്ഞിങ് വന്നാൽ നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. നല്ലോണം തിളപ്പിച്ചെടുത്ത് പിന്നെ നമുക്ക് വേണ്ടിയത് ബാക്കിയുള്ള തൈരും കൂടി നല്ല പോലെ മിക്സിയിലിട്ട് ഫൈനാക്കി അടിച്ചിങ്ങെടുക്കണം. അതും നമ്മൾ അതിലേക്ക് പാർന്ന് വേഗം കീച്ച് വെക്കണം കേട്ടോ. തൈര് പാർന്നാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെ കടുവും ഒരു 3 സ്പൂണ് കടു അല്ല 3 സ്പൂണ് വെളിച്ചെണ്ണ, അതിലേക്ക് 1 സ്പൂണ് കടുകും, പിന്നെ 3 തണ്ട് കറിവേപ്പിലയും ഇട്ട് നല്ലോണം മൂപ്പിച്ചിങ്ങെടുക്കണം. നമ്മളെ കായ് മുളകില്ലേ, വറ്റൽ മുളക് തന്നെ അതും ഇട്ട് കൊടുക്കണേ. എന്നാൽ നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള പച്ചടി ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടാ.